പക്ഷെ ലോകകപ്പ് ആവേശത്തിലാണ് എല്ലാവരും. ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് മതത്തിനപ്പുറം, എല്ലാ വേലിക്കെട്ടിനും അപ്പുറം നമ്മളെ ഒന്നിച്ചു നിർത്തുന്ന ഒരു സംഗതിയാണ്. ഒരാവേശമാണ്, ആരവമാണ്. അതിനിടയിലാണ് ചില ആളുകൾ കൊണ്ടുചെന്ന് മതം കണ്ടെത്തുന്നത്. മാധ്യമമാണ് ആ പണിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചത്. അത് വിവാദമായതിനു ശേഷം അവർ പിൻവലിക്കുകയും ചെയ്തു. അവരുടെ വാർത്ത ഇങ്ങനെയായിരുന്നു: ലോകകപ്പ് വേദിയിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ മുന്നേറ്റം. അമേരിക്കൻ മണ്ണിൽ ഇത്തവണ പന്ത് തട്ടുക 13 ടീമുകൾ, അതിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ മുന്നേറ്റം എന്ന് കൊടുത്തത് ചിലർക്കൊക്കെ വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടു. അതിന് ശേഷം അവരത് പിൻവലിക്കുകയും ചെയ്തു. എന്തിനാണ് അത് പിൻവലിച്ചത് യഥാർത്ഥത്തിൽ? അല്ല, ഇത് അവരുടെ മനസ്സിനകത്തുള്ള വർഗീയത പുറത്തേക്ക് തേട്ടി വന്നതാണ്. ഈ 13 മുസ്ലിം രാഷ്ട്രങ്ങളുടെ മുന്നേറ്റം എന്ന നിലയ്ക്ക് വ്യാഖ്യാനിച്ചിരിക്കുന്നു. നമുക്ക് എന്തിലും മതം കാണും. നമ്മളുടെ കണ്ണ് എന്ന് പറയുന്നത് മതത്തിൻ്റെ കാഴ്ചപ്പാട് കൊണ്ടുവരുന്നതാണ് എങ്കിൽ നമ്മൾ എന്തിലും മതം കാണും. ആ മതപ്പാടാണ് ശരിക്കും മതഭ്രാന്തായി മാറുന്നത്. ഇവിടെ ഈ വാർത്ത യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടിൽ നിന്ന് പുറപ്പെട്ടതാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ ഇരുന്ന്, കേരളത്തിലിരുന്ന് അത്തരത്തിലുള്ള വാർത്ത പടച്ചുവിടുമ്പോൾ അതിന് തൊട്ടപ്പുറത്ത് ആ 2 ഹിന്ദുക്കളുണ്ട്. അവർ ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, ഇല്ല ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പറയുന്ന ആളുകൾ അവരെന്ത് ചെയ്യും? അവർ നമ്മളോട് ചോദിക്കും, നിങ്ങളിത് കേൾക്കുന്നില്ലേ എന്നുള്ള കാര്യം. അപ്പോൾ അവർക്ക് കൂടുതൽ ശക്തിയോടുകൂടി ഹിന്ദു രാഷ്ട്രവാദം മുന്നോട്ട് വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറിത്തരികയാണ് ചെയ്യുന്നത്. ഒരു രാഷ്ട്രം ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ രാഷ്ട്രമായി മാറുന്നത് ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾ മൾട്ടി റിലീജിയസ് ആണെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. മൾട്ടി റിലീജിയസ് ആയ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രം എന്ന് പറയുന്നത് എല്ലാ ആളുകളുടെയും രാഷ്ട്രമായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി മാറണം എന്നാഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങൾ ഒരുമിച്ച് കൂടി ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അതൊരു മൾട്ടി റിലീജിയസ് സ്റ്റേറ്റാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഒരു മതരാഷ്ട്രമായിട്ട് മാറാൻ പാടില്ല ഉള്ള ആഗ്രഹമുള്ള ഒരാളാണ്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രമാണ്, മുസ്ലിം രാഷ്ട്രമാണ്. അവിടെയുള്ള ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ മറ്റാർക്കും തന്നെ അവരുടെ സ്വത്വത്തെ അവതരിപ്പിക്കാനായിട്ട് യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. ഈ അടുത്ത കാലത്തൊക്കെ തന്നെ വലിയ തരത്തിൽ അക്രമങ്ങൾ നേരിട്ട് നിരവധി ആളുകൾ മരിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടത്. ഇതാണ് ഒരു മുസ്ലിം രാഷ്ട്രത്തിനകത്ത് മറ്റിതരരായിട്ടുള്ള മതസ്ഥർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നം. ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഹിന്ദുക്കളൊഴിച്ച് ബാക്കി എല്ലാവരും അപരന്മാരായി മാറിത്തീരുകയും അവർക്ക് ഇത്തരത്തിലുള്ള മർദ്ദനമോ അല്ലെങ്കിൽ മരണമോ ഏറ്റുവാങ്ങേണ്ട സ്ഥിതി വരും എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അത് വേണ്ട എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന രാജ്യങ്ങളുണ്ട്, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് മുസ്ലിം രാഷ്ട്രമായി മാറും. ആ മുസ്ലിം രാഷ്ട്രത്തെ ഈ ഫുട്ബോൾ പോലെയുള്ളതായ എല്ലാ മനുഷ്യരും ഒരേപോലെ മനസ്സിനകത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കളി അല്ലെങ്കിൽ അതിൻ്റെ കളിക്കാഴ്ച, അതിലേക്ക് വർഗീയത കയറ്റിവിടുന്ന വാർത്തയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ അല്ലെങ്കിൽ പുതിയ 2026 ലോക ഫുട്ബോളിൽ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളുടെ മുന്നേറ്റം അമേരിക്കൻ മണ്ണിലാണ്. അമേരിക്കൻ മണ്ണിലാണ്. ശരിയാണ്, അമേരിക്കൻ മണ്ണിലേക്ക് തിരച്ചേറുന്നൊക്കെ പറഞ്ഞാൽ യവൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അമേരിക്കയും കുറെ കഴിയുമ്പോൾ മുസ്ലിമാക്കി മാറ്റുമെന്നാണ്. എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങളുടെ ആധിപത്യം എന്ന് പറയുന്ന ആഗ്രഹ പ്രകടനത്തിൻ്റെ ഒരു വാർത്തയാണത്. അതാണ് പ്രശ്നം. അത് ചെറിയ അപകടമല്ല ഉണ്ടാക്കുന്നത്, വലിയ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതിൻ്റെ പ്രതിഷേധം വന്നതുകൊണ്ടായിരിക്കാം അത് പിന്നീട് എടുത്തു കളഞ്ഞത്. നല്ലത് പ്രതിഷേധിക്കുമെങ്കിലും ഉള്ളിൽ ഇപ്പോഴും ആ ആഗ്രഹമുണ്ട്. അതുണ്ട്. അതാണ് പ്രശ്നം. അതവിടെ കിടക്കുന്നിടത്തോളം കാലം നമുക്കൊരിക്കലും ഒരു മതരാഷ്ട്രവാദത്തിന് അതീതമായ ചിന്ത കൊണ്ടടക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ടാണ് ചോദിച്ചത് വളരെ പ്രസക്തമാവുന്നത്. ഇങ്ങനെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഹിന്ദുത്വ രാഷ്ട്രത്തിനെതിരെ സംസാരിക്കാൻ എന്ത് അവകാശമാണ്? അവർക്ക് യാതൊരു അവകാശമില്ല. കാരണം അവർ മുസ്ലിം രാഷ്ട്രവാദികൾ, മറ്റൊരു ഹിന്ദു രാഷ്ട്രവാദികൾ, അവർ വാദിക്കുന്നു, ഇവരും വാദിക്കുന്നു. ഭൂരിപക്ഷം ആർക്കാണ്? അവരുടെ
ആധിപത്യം സ്ഥാപിക്കപ്പെടും. അതാണല്ലോ സംഭവിക്കാൻ പോണം. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം തന്നെ വീണ്ടും 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 ഇരുന്ന് മനുഷ്യൻ്റെ മനസ്സിൽ അത്തരത്തിലുള്ള വിഷം എന്ന് നമുക്ക് പറയാൻ പറ്റും, അത് പകർത്താനും പടർത്താനും ശ്രമിക്കുന്ന ആളുകളുടെ ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിനെ കാണേണ്ടത്. ഇങ്ങനെ പറ്റില്ല, ഇങ്ങനെ പാടില്ല. മനുഷ്യൻ മാറേണ്ടത് ആവശ്യമാണ്. മാറിയില്ല എങ്കിൽ ഈ മൾട്ടി റിലീജിയസ് സൊസൈറ്റിയിലെ ജീവിതം ദുസ്സഹായിത്തീരും. അതാണ് പ്രശ്നം. മുസ്ലിങ്ങൾ മാത്രമുള്ളിടത്ത് പ്രശ്നമില്ല, ക്രിസ്ത്യാനികൾ മാത്രമുള്ളിടത്ത് പ്രശ്നമില്ല, ഹിന്ദുക്കൾ മാത്രമുള്ളിടത്താണെങ്കിൽ പ്രശ്നമില്ല. കാരണം വെച്ചാൽ അപ്പം പിന്നെ അതിൻ്റെ അകത്ത് അപരന്മാരായ ആളുകൾക്ക് അപകടം സംഭവിക്കുന്നൊരു സാഹചര്യം വരുന്നില്ല എന്നാണ്. അപ്പോൾ ഇന്ത്യയിലിരുന്ന് ഒരു മുസ്ലിം ചിന്തിക്കുമ്പോൾ അയാൾക്ക് മതേതരമായ രീതിയിൽ ചിന്തിക്കാം. അല്ലാണ്ട് അയാൾ ഒരു വർഗീയവാദിയെ പോലെ ചിന്തിക്കുന്നത് അയാൾക്ക് നല്ലതല്ല, സമൂഹത്തിന് നല്ലതല്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരും ചെയ്യേണ്ടതെന്നുള്ള അഭിപ്രായക്കാരാണ്. അപ്പം മാഷപ്പം പറയുന്നത് മുസ്ലിം ബ്രദർഹുഡ്, ഉമ്മ എന്നൊക്കെ പറയുന്നത് ഒരു തീവ്ര വലതുപക്ഷ കാഴ്ചപ്പാടാണെന്നാണോ? അല്ല, നമ്മൾ ഈ ഇടതുപക്ഷം വലതുപക്ഷം എന്നൊക്കെ ഇതിനകത്ത് പറയുന്നതിൽ ഒരു കഥയുമില്ല ശരിക്കും പറഞ്ഞു. എന്തായാലും അത് മനുഷ്യപ്പറ്റില്ലാത്ത ഒരു സാധനമാണ്. അതാണ് അതിനകത്ത് നമുക്ക് പറയാവുന്ന ഒരു ഉത്തരം. വലതുപക്ഷം ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നതിൻ്റെ തന്നെ ഈ ഫാബ്രിക്കേഷൻ മാറിപ്പോയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് ഇടതുപക്ഷം, ഇന്നത്തെ ഇടതുപക്ഷം എന്താ ചെയ്യുന്നത്? ഏതാണ്ട് എല്ലാം വലതുപക്ഷവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. വലത് തീവ്രവാദത്തിൻ്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വലത് തീവ്രവാദം എന്ന് പറയുന്നത് മുതലാളിത്ത സംവിധാനങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് ആ സമൂഹത്തെ കാണേണ്ടത്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചിന്തകളാണ് ഇവിടെ ഇങ്ങനെ വ്യാപകമായി വളർന്ന് വികസിക്കുന്നത്. നമ്മൾ ഈ ഇടതുപക്ഷ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. ആ കാഴ്ചപ്പാടൊന്നും ഇപ്പോൾ എവിടെയെങ്കിലും ഇല്ല, ആരുടെ ഇല്ല. വെറുതെ ഇവരെ വിളിച്ചു പറയും എന്നല്ലാണ്ട് ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാട് നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് ലോകത്തിൻ്റെ തന്നെ പൊതുവായ ചരിവ് വലതുപക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഈ വർഗീയത കൂടുതൽ തീവ്രമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നത്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അത് ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ആർക്കും അങ്ങനെ, അല്ലെങ്കിൽ ക്രൈസ്തവർക്കോ ഒക്കെ ഇതൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇവിടെ 13 ടീമുകളാണ് അമേരിക്കൻ മണ്ണിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ട് പന്ത് തട്ടാനായിട്ട് എത്തുന്നത്. അപ്പോൾ ഇത് സംസാരിക്കുന്നത്, ഇതിൻ്റെ ഒരു അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതര കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. നമ്മൾ നിത്യവും എങ്ങനെ മനുഷ്യൻ മതേതരനാകണം എന്നതിനെക്കുറിച്ച് നിരന്തരം ഡെയിലി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമത്തിൻ്റെ ഈ ഒരു വാർത്തയിൽ എവിടെയാണ് മതേതരത്വം ഉള്ളത്? അല്ല, ഒരു മതേതരത്വ വാർത്തക്കകത്തില്ല, വർഗീയതയാണ് അതിനകത്തുള്ളത്. ആ വർഗീയതയെ പ്രോജ്വലമാക്കുന്ന ഒന്നായത് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രശ്നം. അത് പ്രത്യേകിച്ച് ഈ കളിക്കാലം എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ലോകകപ്പ് കാലത്തെ കണക്കാക്കാവുന്നതാണ്. ആ കളിക്കാലത്ത് പോലും എന്താണ് കലിപ്പ് പടർത്തുന്ന വാർത്തയായിട്ട് ട്രംപിനോടുള്ള കലിപ്പ് കൂടിയത്. ട്രംപിനോടെ അമേരിക്കയോടുള്ള കലിപ്പ് കൂടിയത്. അമേരിക്കയോടുള്ള കലിപ്പുണ്ടാവും. കാരണം അമേരിക്ക ഇപ്പോൾ നമുക്കറിയാം, പലസ്തീനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ഇടപെടൽ, കൂട്ടക്കുരുതി, അക്രമം, ഇതിനൊക്കെ നമ്മൾ സംസാരിക്കും. മറ്റൊരു വിഷയം സംസാരിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ സംസാരിക്കുന്നവരെ നമ്മളൊരു മനുഷ്യത്വത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾ സംസാരിക്കും. നമ്മൾ സംസാരിക്കും. മറ്റൊരു ഒരു മുസ്ലിം വർഗീയതയുടെ ഭാഗമായിട്ട് എടുത്ത് അമേരിക്കക്കെതിരെ അക്രമപരമായിട്ടുള്ള പ്രതിഷേധം കാണിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഫുട്ബോൾ വന്നപ്പോൾ അങ്ങനെ അവർ പ്രതികരിച്ചു പോയി. ഒക്കെ ഈ വർഗീയത അങ്ങനെ എളുപ്പത്തിലൊന്നും ആരുടെ മനസ്സിൽ നിന്നും കളയാൻ പറ്റില്ല. അതിങ്ങനെ കൂടുതൽ കൂടുതൽ പ്രകോപിതമാകുന്ന രീതിയിൽ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകകപ്പിൽ കൂടി വർഗീയത കുത്തിക്കയറ്റിയിരിക്കുകയാണ്. മനുഷ്യൻ ഇത് കളി കാണുന്നത് അതൊക്കെ മറന്നുകൊണ്ടാണ് കുറച്ച് നേരത്തേക്കെങ്കിൽ. എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ ഗോളടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ടീമിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും അതാണല്ലോ കൂടുതലായിട്ട് അതിനകത്ത് കാണുന്നു. അപ്പോൾ ക്രിസ്ത്യാനി ഗോളടിച്ചാൽ ഇവൻ കൈയടിക്കില്ലേ? മുസ്ലിം ഗോളടിച്ചാൽ മാത്രമേ കൈയടിക്കൂ. അത് ശരിയായ കാഴ്ചപ്പാടല്ല.